എനിക്ക് തോന്നുന്നു നമ്മുടെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി അതിൻ്റെ സിനിമയുടെ പേര് പോലെ തന്നെ വ്യത്യസ്തമാണ് അതിലെ പല കഥാപാത്രങ്ങളുടെയും പേരുകൾ. ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ സുരേഷ് കൃഷ്ണ എന്ന ഭഗവാൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ സൈജു എന്ന ബജ്രംഗൻ, പിന്നെ നന്ദൻ്റെ ക്യാരക്ടർ കോണേലളിയൻ, പിന്നെ കിളിപ്പീരി ജോസ്, അനീഷ് എന്ന കിളിപ്പീരി ജോസ്, മനോജേട്ടൻ്റെ നീറ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പേര്, പിന്നെ ഒരാളുണ്ട് നമ്മുടെ കിച്ചു ബോംബെ ഗഗൻ. അപ്പൊ ഈ പേരുകളിൽ അങ്ങനെ മനഃപൂർവ്വമാണ് ഒരു കൗതുകം സൃഷ്ടിക്കാൻ വേണ്ടി? ഇല്ല, ഈ പേരുകളെല്ലാം ശരിക്കും ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഒറിജിനലി കേട്ട പേരുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പോസ്റ്റർ ഇറങ്ങി. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ബജ്രംഗൻ, നമ്മുടെ സൈജു ചേട്ടൻ്റെ ഓട്ടോ ആണല്ലോ, അതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു കോള്. ഹലോ, ആടാ ഇത് ഞാനാ. അതിന് ചോദിച്ചു ആരാ? ആ ബിബിനാന്നേ. അതിന് എടാ പറ. അതെ, നീ നമ്മുടെ ബജ്രുവിനെ എടുത്ത് കഥാപാത്രമാക്കിയല്ലേ? ഞാൻ ഓർത്ത് ദൈവമേ പണി പാടിയോ. അതായത് നാട്ടിലുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കുക ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. കാരണം കോണേലളിയൻ, അതേപോലെ നീർന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതെല്ലാം അച്ഛൻ്റെ കാലഘട്ടത്തിലുള്ള അച്ഛൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ള പേരുകളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട്, പല പേരുകളും സിറ്റുവേഷൻസും. നീറിൻ്റെ കഥാപാത്രമൊക്കെ തന്നെ അച്ഛൻ്റെ ആ ഇതിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ പറയാൻ കോണേലളിയൻ രഘുവും ഇതേപോലെ തന്നെയാണ്. അതായത് കോണയിൽ കട നടത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കോണേലളിയൻ എന്ന് പേര് വന്നത്. ഒരു കോണിൽ ഒരു മൂലയ്ക്ക് കട നടത്തുന്നത് കൊണ്ട് കോണേലളിയൻ എന്ന് പേര് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വിചിത്രമായ പേരുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള രീതിയാണ്. നായികയെ കിട്ടിയതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സംവിധായകൻ അത് ഇച്ഛായന് നന്നായിട്ട് പറയാനുണ്ടാവും. അതായത് നമ്മള് നായിക പുതിയ നായിക വേണം, അതായത് ന്യൂ ഫേസ് ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ റിവീൽ ആവാത്ത ഒരു ക്യാരക്ടർ വില്ലേജിലേക്ക് അങ്ങനെ പുറത്തേക്കൊന്നും വരുന്നില്ല, ചില ഒക്കേഷനിൽ മാത്രം പുറത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളെല്ലാവരും കൂടെ തീരുമാനമെടുത്തു. വിചാനും പറഞ്ഞു, കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല പുതിയ ആൾ മതി, അതാണ് ബെറ്റർ എന്ന് പറയും. അങ്ങനെ ഞാൻ, സൂരജ്, നമ്മുടെ പ്രൊഡ്യൂസർ ഫൈസലിക്ക, അതിനിടയിൽ സൂരജിന്റെ ട്രാക്ക് വേറെ, അത് പിന്നെ പറയാം. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ തപ്പി അങ്ങനെ ഓഡീഷൻ നടന്നു. അങ്ങനെ ഓഡീഷനിൽ കുറേ പേര് പങ്കെടുത്ത്, അങ്ങനെ ഓഡീഷനിൽ നിന്നാണ് നമ്മൾ ജമുന പ്യാരിക്ക് നായിക ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒന്നും കിട്ടാതെ വന്ന സമയത്ത് ഇച്ഛായൻ തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇച്ഛാനാണ് അത് പറയേണ്ടത്, എന്തുകൊണ്ട് ഇച്ഛാൻ അത് പറഞ്ഞു. അതൊരു ശരിയാ, കറക്റ്റാ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വള്ളിയും തെറ്റിക്ക് വേണ്ടി കണ്ടുപിടിച്ചിരുന്ന നായികയാണ് ഞാൻ ജമുന പ്യാരിക്ക് വേണ്ടി അടിച്ചു മാറ്റി. പക്ഷെ അപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു, ഇതിനു വേണ്ടിയിട്ടുള്ളൊരു നായികയെ ഞാൻ കണ്ടുപിടിച്ച് തരാം, സംഘടിപ്പിച്ച് തരാം, നോക്കാം. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ശ്യാമിലിയുടെ പേര് പറയുന്നത്. അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കഥ പറഞ്ഞു നോക്ക്, അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു തരാം, ജസ്റ്റ് മദ്രാസിൽ ചെന്നിട്ട് ഇവരുടെ കഥ പറയുന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ബാബുചേട്ടനെ വിളിക്കുന്നു, ശ്യാമിലിയുടെ ഫാദറിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു കഥ കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, ഒരു കമ്പൽഷനും ഇല്ല, കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. അവിടെ രണ്ടുപേരെയും വിട്ടേക്കാം. ഒറ്റയ്ക്കാണോ പോയത്? അല്ലല്ല, ഞാനുണ്ടായിരുന്നു, പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, സൂരജ് വന്നില്ല അന്ന്. നമ്മുടെ വൈശാഖ് ഉണ്ടായിരുന്നു, നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടുകളെല്ലാം കേൾപ്പിച്ചു? എല്ലാം കേൾപ്പിച്ചായിരുന്നു. പോകുന്നതിന് തലേദിവസം മുതൽ ശ്യാമിലിയുടെ മേക്ക് ഓവർ ചെയ്തതാണ് നമ്മുടെ ഡിസൈനർ. അങ്ങനെ മേക്ക് ഓവർ എല്ലാം ചെയ്ത് എങ്ങനെയാണ് സിനിമയിൽ വരുന്നത് എന്നുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇഷ്ടപ്പെട്ടു. ഇച്ചായൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാമെന്ന് ഇമ്മീഡിയറ്റ്ലി പറയായിരുന്നു. എന്തായാലും എല്ലാം നല്ലതാണ്, ഇതുവരെ ഒന്നും തെറ്റാതെ എല്ലാം ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് സിനിമയും അതേപോലെ തന്നെ ആവട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഏറ്റവും ആദ്യത്തെ സംരംഭമാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു 5 വർഷത്തെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് സഫലമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാ രീതിയിലും നല്ലത് വരട്ടെ. കാരണം നിങ്ങൾക്ക് നല്ല വന്നാലേ എനിക്ക് നല്ലത് വരുള്ളൂ. കാരണം അതിലെ നായകൻ ഞാനായിപ്പോയി. ഈ പടം രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോൾ തെറ്റാതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും.